Good morning to all. In the previous class, we learned about the project idea and different sources of project idea. Today, I am going to teach meaning of market and demand analysis. Market and demand analysis simply means analyzing the future demand potential. It is the study of market for the product and estimate the total demand. മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ ഡിമാൻഡ് എത്രയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ അനലൈസ് ചെയ്യുക. ഒരു പ്രൊഡക്റ്റിൻ്റെ ഫ്യൂച്ചർ ഡിമാൻഡ് എത്രയാണെന്ന് നോക്കണം. ഇപ്പം നമുക്കറിയാം, നമ്മൾ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് അത് മാർക്കറ്റിൽ സെയിൽ ചെയ്തില്ലെങ്കിൽ അതിന് വാല്യൂ ഇല്ല. അപ്പോൾ before the production actually start, the entrepreneur needs to analyze the demand and market for the proposed product. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഓൺട്രപ്രനർ എന്ത് ചെയ്യണം? ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് മാർക്കറ്റിൽ എത്രയാണെന്ന് നമ്മൾ നേരത്തെ കൂട്ടി അത് ഐഡൻറ്റിഫൈ ചെയ്യണം. He or she has to anticipate who will be the prospective customers for his or her product. ആരായിരിക്കും അവരുടെ കസ്റ്റമർ, അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റിന് എത്ര ഡിമാൻഡ് ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഓൺട്രപ്രനർ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ്. പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിനെയും അതുപോലെ തന്നെ അതിൻ്റെ ഡിമാൻഡിനെയും കുറിച്ച് അനലൈസ് ചെയ്യാം. ഒന്നുകൂടി നോക്കാം. എ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് സിംപ്ലി മീൻസ് അനലൈസിങ് ദ ഫ്യൂച്ചർ ഡിമാൻഡ് പൊട്ടൻഷ്യൽ. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മാർക്കറ്റ് ഫോർ ദ പ്രൊഡക്റ്റ് ആൻഡ് എസ്റ്റിമേറ്റ് ദ ടോട്ടൽ ഡിമാൻഡ്. Next, steps involved in market analysis. There are 4 steps involved in the market and demand analysis. First step is analyzing the market demand and forecasting demand. Second, understanding competitive situation. Third, understanding the trade practices. Fourth, estimating future changes in the volume and pattern of demand and supply. First point, analyzing market demand and forecasting demand. The potential entrepreneur has to assess the market demand for the product. ഒരു ഓൺട്രപ്രനർ അയാളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ആ പർട്ടിക്കുലർ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ എത്ര ഡിമാൻഡ് ഉണ്ടെന്ന് അനലൈസ് ചെയ്യണം, അസസ് ചെയ്യണം. Detailed study of the market for determining the size of the demand of the product is known as. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡീനെയാണ് നമ്മൾ ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ടു ബി കളക്റ്റഡ് ഫ്രം മാർക്കറ്റ് സർവേ ഇൻക്ലൂഡ്, ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ടോട്ടൽ ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ്, സെഗ്മെൻറ്റ് വൈസ് ബ്രേക്കിംഗ് അപ്പ് ഓഫ് ഡിമാൻഡ്, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ അനാലിസിസിങ് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് ഫോർകാസ്റ്റിംഗിൽ വരുന്നത്. ഫസ്റ്റ്, ടോട്ടൽ ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ ഡിമാൻഡ്, അതുപോലെ തന്നെ സെഗ്മെൻറ്റ് വൈസ് ബ്രേക്കിംഗ് അപ്പ് ഓഫ് ദ ഡിമാൻഡിനെ നമ്മൾ സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇതാണ് 3 ഫാക്ടേഴ്സ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ അനലൈസിങ് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ്. നെക്സ്റ്റ്, സോഴ്സസ് യൂസ്ഡ് ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ ഫോർ അനാലിസിസിങ് ഡിമാൻഡ് അനലൈസ് ചെയ്യാനായിട്ട് 2 മെത്തേഡ്സാണ് ഉള്ളത്. ഫസ്റ്റ്, പ്രൈമറി ഡാറ്റ. സെക്കൻഡ്, സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമറി ഡാറ്റ കളക്ഷൻ ഈസ് അണ്ടർടേക്കൻ ത്രൂ മാർക്കറ്റ് സർവേ. മാർക്കറ്റ് സർവേ മേ ബി സെൻസസ് സർവേ ഓർ സാമ്പിൾ സർവേ. നമ്മൾ പ്രൈമറി ഡാറ്റയിൽ നമുക്കറിയാം, നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് നേരെ നടത്തുന്ന സർവേയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. കളക്ഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അതിൽ 2 മെത്തേഡുകളാണുള്ളത്, സെൻസസ് സർവേ ഓർ സാമ്പിൾ സർവേ. എന്താണ് സെൻസസ് സർവേ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, പ്രൈമറി ഡാറ്റയിൽ നമ്മൾ നേരെ പോയി കളക്ട് ചെയ്യാണ് ഇൻഫർമേഷൻസ്. അപ്പോൾ എവിടെയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ഇൻ ദ പ്രൊഡക്റ്റ് ഹാസ് എ സ്മോൾ മാർക്കറ്റ് ആൻഡ് ലിമിറ്റഡ് നമ്പർ ഓഫ് ബയേഴ്സ്, സെൻസസ് സർവേ മേ ബി അപ്ലൈഡ്. അതായത് നമ്പേഴ്സ് കുറവാണ്, മാർക്കറ്റ് സ്മോൾ ആണെങ്കിലാണ്, ലിമിറ്റഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ സെൻസസ് മെത്തേഡാണ് യൂസ് ചെയ്യുക. When the market and a diversified group of buyers, it is better to undertake a sample survey.
സാമ്പിൾ സർവേയാണ് എടുക്കുന്നത്. ഇപ്പം നമുക്കറിയാം സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പോപ്പുലേഷനാണ്. അപ്പം സാമ്പിൾ സർവേയാണ്. ഇപ്പം പോപ്പുലേഷൻ ലാർജ് ആൻഡ് നമ്പർ ഓഫ് പീപ്പിൾ ആർ ലാർജ് ആണെങ്കിൽ നമ്മൾ സാമ്പിൾ സർവേയും, നമ്പർ ഓഫ് പീപ്പിൾ കുറവാണെങ്കിൽ നമ്മൾ സെൻസസ് മെത്തേഡാണ് യൂസ് ചെയ്യുക. അതായത് ഒരു മാർക്കറ്റിലെ ആൾക്കാരുടെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അതായത് കുറവ് ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ സെൻസസ് മെത്തേഡും, അതുപോലെ പോപ്പുലേഷൻ കൂടുതലാണെങ്കിൽ നമ്മൾ സാമ്പിൾ സർവേയാണ് യൂസ് ചെയ്യുക. അടുത്തത് വരുന്നത് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റയിൽ 3 മെത്തേഡ്സാണ് വരുന്നത്. അതായത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്, കാഷ്വൽ മെത്തേഡ്. എന്താണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി മാർക്കറ്റിൽ നിന്ന് ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷനാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ച ഇൻഫർമേഷൻസ് നമ്മളത് എടുക്കുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡാറ്റ ആർ കളക്റ്റഡ് ഫ്രം ദി ഇൻഫർമേഷൻ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സസ് എന്ന് പറയുമ്പോൾ സെൻസസ് ഓഫ് ഇന്ത്യ, നാഷണൽ സാമ്പിൾ സർവേ റിപ്പോർട്ട്, പ്ലാനിംഗ് കമ്മീഷൻ റിപ്പോർട്ട്, UNDP റിപ്പോർട്ട്, ഇൻഫർമേഷൻ സപ്ലൈഡ് ബൈ CSO, ഇക്കണോമിക് സർവേ, ആനുവൽ പബ്ലിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് എക്സെട്ര. ഇതൊക്കെയാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റയിൽ, അതായത് ഇത് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഓൾറെഡി പബ്ലിഷ് ചെയ്ത ഇൻഫർമേഷൻസ് നമ്മൾ എടുത്ത അതിനെയാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡാറ്റ കളക്ഷൻ 3 ടൈപ്സ് ഉണ്ട്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്, കാഷ്വൽ മെത്തേഡ്സ്. ഈ പ്രൈമറി ഡാറ്റയും ആഫ്റ്റർ ഗ്യാതറിങ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ റിലേറ്റിംഗ് ടു മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ്, ഫ്യൂച്ചർ ഡിമാൻഡ് ഈസ് എസ്റ്റിമേറ്റഡ്. നമ്മൾ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും ഉണ്ടെന്ന് പറഞ്ഞു. ഈ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ ഡിമാൻഡിനെ എസ്റ്റിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ ഡിമാൻഡ് ഈസ് നോൺ ആസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. നമ്മൾ ഡിമാൻഡിനെ കുറിച്ച് നേരത്തെ കൂട്ടി ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ ഡിമാൻഡ് ഈസ് നോൺ ആസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഫ്യൂച്ചർ ഡിമാൻഡിനെ കുറിച്ച് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് സെക്കൻഡറി ഡാറ്റകളിൽ ഓരോ മെത്തേഡായിട്ട് പഠിക്കാം. ഫസ്റ്റ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിൽ 3 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ് പറയുന്നത്. അതായത് ഫസ്റ്റ് ജൂറി ഓഫ് എക്സിക്യൂട്ടീവ് മെത്തേഡ്, ഡെൽപി മെത്തേഡ്, സർവേ മെത്തേഡ്. ഫസ്റ്റ് ജൂറി ഓർ എക്സിക്യൂട്ടീവ് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡിൽ അണ്ടർ ദിസ് മെത്തേഡ് എ ഗ്രൂപ്പ് ഓഫ് എക്സ്പെർട്ട് ഗേവ് ദെയർ വ്യൂസ് ഓൺ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഡിമാൻഡ്. ഫ്യൂച്ചറിലെ ഡിമാൻഡിനെ കുറിച്ച് കുറേ എക്സ്പെർട്ടുകൾ അവരുടെ ഒപ്പീനിയൻസ് കൊടുക്കും, എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ. ഓൺ ദ ബേസിസ് ഓഫ് ദെയർ വ്യൂ ഡിമാൻഡ് ഈസ് എസ്റ്റിമേറ്റഡ്. അതിൻ്റെ ബേസിൽ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ജൂറി ഓഫ് എക്സിക്യൂട്ടീവ് മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വരുന്നത് ഡെൽപി മെത്തേഡ്. ജൂറി ഓർ എക്സിക്യൂട്ടീവ് മെത്തേഡിൽ നിന്ന് നമ്മൾ പഠിച്ചു. അതായത് നമ്മൾ നേരെ എക്സ്പെർട്ടിൻ്റെ അടുത്ത് ചെന്ന് അവരുടെ ഇന്ന് ഒപ്പീനിയൻസ് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഡെൽപി മെത്തേഡ് അനുസരിച്ച് നമ്മൾ എക്സ്പെർട്ടിൻ്റെ അടുത്ത് നേരെ പോകില്ല. നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എക്സ്പെർട്സിന് ക്വസ്റ്റ്യനെയർ സെൻഡ് ചെയ്യും. മെയിൽ വഴി സെൻഡ് ചെയ്തിട്ട് അവരുടെ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യനെയർ ആൻസർ ചെയ്തിട്ട് അത് കളക്ട് ചെയ്യും. എന്നിട്ട് അവരുടെ എക്സ്പെർട്സിൻ്റെ ഒപ്പീനിയൻസ് അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് സമ്മറൈസ് ചെയ്തിട്ട് ഈച്ച് എക്സ്പെർട്ടിന് നമ്മളത് സെൻഡ് ചെയ്യണം. അത് റിപ്പീറ്റ് ചെയ്യണം എപ്പോൾ വരെ? അണ്ടിൽ ഓൾ എക്സ്പെർട്ട് അറൈവ് അറ്റ് കോമൺ ഡിമാൻഡ് എസ്റ്റിമേറ്റ്. കോമൺ ഡിമാൻഡ് എസ്റ്റിമേറ്റിൽ എത്തുന്നത് വരെ നമ്മൾ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം. ഞാൻ ഒന്ന് പറയാം. ഡെൽപി മെത്തേഡ്. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് കളക്ടിങ് ഇൻഫർമേഷൻ ഓർ ഒപ്പീനിയൻ ഫ്രം എ ഗ്രൂപ്പ് ഓഫ് എക്സ്പെർട്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പെർട്ടിൻ്റെ എന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുക. ഹൂ ഡു നോട്ട് ഇൻട്രാക്ട് ഫേസ് ടു ഫേസ്. നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ ഇൻട്രാക്ഷൻ വരുന്നില്ല. നമ്മൾ എന്താ ചെയ്യുക? എ ക്വസ്റ്റ്നെയർ ഫോർ ഡിമാൻഡ് എസ്റ്റിമേഷൻ ഈസ് പ്രിപ്പയർഡ്. നമ്മളൊരു ക്വസ്റ്റ്നെയർ പ്രിപ്പയർ ചെയ്യും ആൻഡ് മെയിൽഡ് ടു ദം.
അവർക്ക് മെയിൽ ചെയ്യും. ആൻഡ് ദേ ആർ ആസ്ക്ഡ് ടു എക്സ്പ്രസ് ദെയർ വ്യൂസ്. അവരുടെ വ്യൂസ് അതിൽ എക്സ്പ്രസ് ചെയ്യാൻ പറയും. റെസ്പോൺസസ് റിസീവ്ഡ് ഫ്രം ദം ആർ സമ്മറൈസ്ഡ് ആൻഡ് സെൻഡ് ബാക്ക് ടു ഈച്ച് ഓഫ് ദീസ് എക്സ്പെർട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റെസ്പോൺസ് നമ്മൾ സമ്മറൈസ് ചെയ്ത് എക്സ്പെർട്സിന് സെൻഡ് ചെയ്യും. ദിസ് ഈസ് റിപ്പീറ്റഡ് അൺടിൽ ഓൾ എക്സ്പെർട്ട് അറൈവ് അറ്റ് കോമൺ ഡിമാൻഡ് എസ്റ്റിമേറ്റ്. കോമൺ ഡിമാൻഡ് എസ്റ്റിമേറ്റ് എത്തുന്നത് വരെ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തിരിക്കും. അപ്പോൾ ജൂറി ഓഫ് എക്സിക്യൂട്ടീവ് മെത്തേഡിൽ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനാണ് വന്നത്. ഡെൽപി മെത്തേഡിൽ ക്വസ്റ്റിനെയർ വെച്ചിട്ടാണ് അതിൻ്റെ ഡാറ്റ കളക്ഷൻ നടത്തുന്നത്. തേർഡ് പോയിന്റ്, സർവേ മെത്തേഡ്. സർവേ മെത്തേഡിൽ ഇൻവോൾവ്സ് ആസ്കിങ് ദ കസ്റ്റമേഴ്സ് ഇൻറ്റൻഷൻ ടു ബൈ ദ പ്രൊഡക്റ്റ് ഫോർ ദ പീരീഡ് ഫോർ വിച്ച് ഫോർകാസ്റ്റ് ഈസ് ഡിസൈഡ്. അതായത് ഫോർകാസ്റ്റ് ഡിസൈഡ് ചെയ്യേണ്ട കാലത്തോളം ആ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇൻറ്റൻഷൻ ചോദിക്കുക. അതുതന്നെയാണ് നമ്മൾ സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ സർവേ നടത്താമെന്ന് പറയില്ലേ, അതുതന്നെ. ദിസ് മെത്തേഡ് ഇൻവോൾവ് ആസ്കിങ് ദ കസ്റ്റമേഴ്സ് ഇൻറ്റൻഷൻ to buy the product for the period for which forecast is necessary. Next, quantitative methods. Quantitative methods എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ these methods are based on historical time series which is the past trend of the demand. നമ്മൾ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ ഡിമാൻഡ് അനാലിസിസ് നടത്തുന്നതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ദീസ് മെത്തേഡ്സ് ആർ ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ടൈം സീരീസ്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ് അതിലായി മെയിനായിട്ട് വരുന്നത് 3 മെത്തേഡാണ്. ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്, മൂവിങ് ആവറേജ് മെത്തേഡ്, എക്സ്പോണൻഷ്യൽ സ്മൂത്ത് മെത്തേഡ്. എന്താണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്? ദിസ് മെത്തേഡ് ഈസ് വെരി പോപ്പുലർ. ദിസ് ഇൻവോൾവ്സ് exploiting the past trend on the future. ദിസ് വേ ഓഫ് ഡിമാൻഡ് ക്യാൻ ബി പ്രിഡിക്റ്റഡ്. അതായത് പാസ്റ്റിലെ ഡിമാൻഡ് വെച്ച് ഫ്യൂച്ചറിൻ്റെ ഡിമാൻഡ് പ്രിഡിക്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. ദിസ് ഇൻവോൾവ്സ് എക്സ്ട്രാപ്ലോട്ടിങ് ദ പാസ്റ്റ് ട്രെൻഡ് ഓൺ ദ ഫ്യൂച്ചർ. പാസ്റ്റ് ട്രെൻഡ് നോക്കി നമ്മൾ ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ പാസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചാണ് നമ്മൾ കളക്ഷൻ നടത്തുന്നത്, ഡാറ്റ അനാലിസിസ് നടത്തുന്നത്. സെക്കൻഡ്, മൂവിങ് ആവറേജ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ദ ഫോർകാസ്റ്റ് ഫോർ ദി നെക്സ്റ്റ് പീരീഡ് റെപ്രസെൻറ്റ് എ സിമ്പിൾ ആവറേജ് ഓർ വെയ്റ്റഡ് ആവറേജ് അരിത്തമെറ്റിക് ആവറേജ്. അതായത് അണ്ടർ ദിസ് മെത്തേഡ് ഫോർകാസ്റ്റ് ഫോർ ദി നെക്സ്റ്റ് പീരീഡ്, ഫോർകാസ്റ്റ് നടത്തുന്നത് സിമ്പിൾ ആവറേജ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ വെയ്റ്റഡ് അരിത്തമെറ്റിക് ആവറേജ് ഉപയോഗിച്ചിട്ടാണ് മൂവിങ് ആവറേജ് മെത്തേഡിൽ ഡിമാൻഡിനെ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. 2 മെത്തേഡ് ഏതൊക്കെയാണ്? സിമ്പിൾ ആവറേജ് ഓർ വെയ്റ്റഡ് ആവറേജ് അരിത്തമെറ്റിക് ആവറേജ്. സിമ്പിൾ ആവറേജ് ഓർ വെയ്റ്റഡ് അരിത്തമെറ്റിക് ആവറേജ്. നെക്സ്റ്റ്, എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ് മെത്തേഡ്. എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ് മെത്തേഡ്. In this method, forecasts are modified in the light of observed errors. നമ്മൾ എറേഴ്സ് ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ ബേസിലാണ് നമ്മൾ ഫോർകാസ്റ്റിനെ മോഡിഫൈ ചെയ്യുന്നത്. ഇൻ ദിസ് മെത്തേഡ് ഫോർകാസ്റ്റ് ആർ മോഡിഫൈഡ് ഇൻ ലൈറ്റ് ഓഫ് ഒബ്സർവ്ഡ് എറേഴ്സ്. എറേഴ്സ് ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോർകാസ്റ്റിനെ മോഡിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ്, കാഷ്വൽ മെത്തേഡ്സ്. കാഷ്വൽ മെത്തേഡ്സിൽ 3 മെത്തേഡ്സ് ആണുള്ളത്. ചെയിൻ റേഷ്യോ മെത്തേഡ്, കൺസംഷൻ ലെവൽ മെത്തേഡ്, ലീഡിംഗ് ഇൻഡിക്കേറ്റർ മെത്തേഡ്. ഫസ്റ്റത്തെ ചെയിൻ റേഷ്യോ മെത്തേഡ്. ചെയിൻ റേഷ്യോ ആ പേര് പറയുന്ന പോലെ തന്നെ ഇൻ ദിസ് മെത്തേഡ് എ സീരീസ് ഓഫ് ഫാക്ടേഴ്സ് ആർ യൂസ്ഡ് ടു ഡെവലപ്പ് ഡിമാൻഡ് എസ്റ്റിമേറ്റ്. ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു സീരീസ് ഓഫ് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുന്നതിനാണ് നമ്മൾ ചെയിൻ റേഷ്യോ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കൺസംഷൻ ലെവൽ മെത്തേഡ്. In this method, demand is estimated on the basis of consumption level. കൺസംഷൻ ലെവലിൻ്റെ ബേസിലാണ് നമ്മൾ കൺസംഷൻ ലെവൽ മെത്തേഡിൽ ഡിമാൻഡിനെ അനലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ലീഡിംഗ് ഇൻഡിക്കേറ്റർ മെത്തേഡ്. ലീഡിംഗ് ഇൻഡിക്കേറ്റർ ആർ വേരിയബിൾസ് വിച്ച് ചേഞ്ച് എഹെഡ് ഓഫ് അതർ വേരിയബിൾസ്. അതായത് വേറൊരു വേരിയബിൾസിൽ വരുന്ന ചേഞ്ചസിനെ അനലൈസ് ചെയ്യുന്നതാണ് ലീഡിംഗ് ഇൻഡിക്കേറ്റർ. Leading indicator are variables which change ahead of other variables. അപ്പോൾ നമ്മൾ 3 മെത്തേഡ്സ് കളക്ടിങ് ഇൻഫർമേഷൻ ഫോർ അനലൈസിങ് ദ ഡിമാൻഡ് 3 മെത്തേഡ്സ് പഠിച്ചു.
ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ്, കാഷ്വൽ മെത്തേഡ്സ്. രണ്ട് തരത്തിലുള്ള ഡാറ്റയാണുള്ളത്. പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡയറക്റ്റായിട്ട് പോയി കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ ഓൾറെഡി കളക്ട് ചെയ്ത ഇൻഫർമേഷൻസിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ഷൻ നടത്തുന്നതാണ് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റയിലാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ്, കാഷ്വൽ മെത്തേഡ്സ് വരുന്നത്. നെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് ദ കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ. നമുക്കറിയാം ഒരു മാർക്കറ്റിലെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അവരുടെ പ്രൈസ് ലെവൽ എങ്ങനെയാണ്, അവരുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. അണ്ടർസ്റ്റാൻഡിങ് ദ കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ. അനലൈസിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ ഓഫ് ദി മാർക്കറ്റ് ഹാസ് ബിക്കം എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി ബിസിനസ്. ഏതൊരു ബിസിനസ്സിലും ഈ കോമ്പറ്റീറ്ററിൻ്റെ സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എന്നിട്ട് വേണം നമ്മുടെ പ്രൊഡക്റ്റ് അതനുസരിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ. തേർഡ്, അണ്ടർസ്റ്റാൻഡിങ് ട്രേഡ് പ്രാക്ടീസസ്. Due to spread of customers or their buying habit or even the nature of the product, it is not feasible for an entrepreneur to reach customers directly. A host of middlemen like distributors, wholesaler, retailer, ഇങ്ങനത്തെ മിഡിൽ മാൻസിനെ അവർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നമ്മുടെ മാർക്കറ്റിൽ ഓരോ ഓൺട്രപ്രനേഴ്സിനും ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അവർ ആരെ ഡിപ്പെൻഡ് ചെയ്യും? മിഡിൽ മാൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഹോൾസെയിലർ, റീറ്റെയിലർ, കമ്മീഷൻ ഏജൻസ്, സൂപ്പർ മാർക്കറ്റ്, ഇവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. എ സ്റ്റഡി ഓഫ് പ്രിവീലിംഗ് ട്രേഡ് പ്രാക്ടീസസ്. നമ്മളിപ്പോൾ അതായത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് നമ്മൾ പറഞ്ഞില്ലേ, ഹോൾസെയിലർ, റീറ്റെയിലർ, അവരൊക്കെ. അതുപോലെ അഡ്വർടൈസ് മീഡിയ എക്സെട്ര ഷുഡ് ബി ഏബിൾ ഓൺട്രപ്രനർ ടു പ്രിപ്പയർ മോർ റിയലിസ്റ്റിക് പ്ലാൻ ഫോർ മാർക്കറ്റിംഗ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനലുകളും അതുപോലെ അഡ്വർടൈസിങ് മീഡിയ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ് നമ്മുടെ തേർഡ് സ്റ്റേജിൽ, അതായത് അണ്ടർസ്റ്റാൻഡിങ് ട്രേഡ് പ്രാക്ടീസസ്. എ സ്റ്റഡി ഓഫ് ദി പ്രിവീലിംഗ് ട്രേഡ് പ്രാക്ടീസസ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആണെങ്കിൽ അഡ്വർടൈസിങ് മീഡിയ, ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിലർ, റീറ്റെയിലർ, സൂപ്പർ മാർക്കറ്റ്, മിഡിൽ മാനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഫോർത്ത് പോയിന്റ്, എസ്റ്റിമേറ്റിംഗ് ദ ഫ്യൂച്ചർ ചേഞ്ചസ് ഇൻ ദ വോളിയം ആൻഡ് പാറ്റേൺ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. എസ്റ്റിമേറ്റിംഗ് ദ ഫ്യൂച്ചർ ചേഞ്ചസ് ഇൻ ദ വോളിയം ആൻഡ് പാറ്റേൺ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. Possible future changes in the volume and pattern of supply and demand should also be estimated to assess the long-run prospects of the unit. അതായത് ഫ്യൂച്ചറിൽ ഡിമാൻഡിനും സപ്ലൈനും വരുന്ന ചേഞ്ചസിൻ്റെ പാറ്റേൺ കൂടി നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റഡി നടത്തണം. എസ്റ്റിമേറ്റഡ് ടു അസസ് ദ ലോങ് റൺ പ്രോസ്പെക്റ്റ് ഓഫ് ദി യൂണിറ്റ്. പോസിബിൾ ഫ്യൂച്ചർ ചേഞ്ചസ് ഇൻ ദി വോളിയം ആൻഡ് പാറ്റേൺ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസ് ഷുഡ് ഓൾസോ ബി എസ്റ്റിമേറ്റഡ്. അതും കൂടി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. ഇതാണ് ഫോർത്ത് സ്റ്റേജ്, എസ്റ്റിമേറ്റിംഗ് ദ ഫ്യൂച്ചർ ചേഞ്ചസ് ഇൻ ദ വോളിയം ആൻഡ് പാറ്റേൺ ഓഫ് ഡിമാൻഡ് ആൻഡ് അനാലിസിസ്. അപ്പോൾ നമ്മൾ 4 സ്റ്റേജസ് പഠിച്ചു. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ്. ഫസ്റ്റ്, അനലൈസിങ് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ്. സെക്കൻഡ്, അണ്ടർസ്റ്റാൻഡിങ് കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ. തേർഡ്, അണ്ടർസ്റ്റാൻഡിങ് ദ ട്രേഡ് പ്രാക്ടീസസ്. ഫോർത്ത്, എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ ചേഞ്ചസ് ഇൻ ദ വോളിയം ആൻഡ് പാറ്റേൺ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നെക്സ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ്? Second, what is mean by market and demand analysis? Okay, thank you.